ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഓഗസ്റ്റ് 14. പതാക വിഷയങ്ങളിൽ. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 7-ാം വാക്യം. ഇന്ത്യൻ ദേശീയ പതാകയുടെ യഥാർത്ഥ ഡിസൈനർ എന്ന ബഹുമതി അലങ്കരിക്കുന്നത് പിംഗളി വെങ്കയ്യയാണ്. ഒരു ദാർശനികനായിരുന്ന അദ്ദേഹം സ്വാതന്ത്ര്യം നേടുന്നതിന് വളരെ മുമ്പ് തന്നെ ഇന്ത്യയെ ഒരു സ്വതന്ത്ര രാജ്യമായി കാണുകയും ഇന്ത്യയുടെ വൈവിധ്യത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു പതാകയെക്കുറിച്ച് സ്വപ്നം കാണുകയും ചെയ്തു. പതാകയ്ക്കുള്ള 24 ഡിസൈനുകൾ പരിഗണിക്കാനായി വാഗ്ദാനം ചെയ്തുകൊണ്ട് എ നാഷണൽ ഫ്ലാഗ് ഫോർ ഇന്ത്യ എന്ന പേരിൽ ഒരു പുസ്തകം അദ്ദേഹം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. തുടർന്ന് വിജയവാഡയിൽ വെച്ച് മഹാത്മാഗാന്ധിയെ കണ്ട അദ്ദേഹം സ്വാതന്ത്ര്യം ഒരു വിദൂര സ്വപ്നമായിരുന്നപ്പോൾ തന്നെ ദേശീയ പതാകയുടെ ആവശ്യകതയെ ഊന്നിപ്പറയുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ സ്ഥിരോത്സാഹം മൂലം 1947 ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വളരെ മുമ്പ് തന്നെ ഗാന്ധിജി നിർദ്ദേശിച്ച ഏതാനും ഭേദഗതികളോടെ പതാകയ്ക്ക് അന്തിമ രൂപം നൽകപ്പെട്ടു. മറ്റൊരാളുടെ സ്ഥിരോത്സാഹത്തെക്കുറിച്ച് യേശു പറയുന്നുണ്ട്. ഒരു വിധവയുടെ തനിക്ക് ന്യായം പാലിച്ചു തരാൻ താല്പര്യം കാണിക്കാതിരുന്ന അനീതിയുള്ള ഒരു ന്യായാധിപനെ കൊണ്ട് തൻ്റെ സ്ഥിരോത്സാഹത്താൽ ന്യായം നടത്തിയെടുത്ത ഒരു വിധവയുടെ ഉപമ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. തൻ്റെ ശിഷ്യന്മാർ താമസം വിന അനേകം പീഡകൾക്കിരയാകേണ്ടി വരുമായിരുന്ന യേശുവിന് അറിയാമായിരുന്നു. അവരെയാണ് ഈ ഉപമയിലെ വിധവ പ്രതിനിധീകരിക്കുന്നത്. ന്യായാധിപന്റെ കാര്യത്തിൽ വിധവ ചെയ്തതുപോലെ അത്തരം പ്രതികൂല സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ പ്രത്യാശ കൈവിടാതെ മടുത്തുപോകാതെ പ്രാർത്ഥിക്കാൻ ക്രിസ്തു അവരെ പ്രബോധിപ്പിച്ചു. തീഷ്ണവും നിരന്തരവുമായ പ്രാർത്ഥനയുടെ സ്ഥിരോത്സാഹവും ഉള്ളിടത്ത് ദൈവത്തിൻ്റെ വിശ്വസ്ത നീതി ഉറപ്പാക്കും. പീഡയും അന്യായവും നമ്മുടെ ലോകത്ത് ധാരാളമുണ്ട്. അക്രമം, വിദ്വേഷം, ദുർനടപടി എന്നിവയ്ക്കിടയിൽ മടുത്തുപോകാതെ പ്രാർത്ഥനയിൽ തുടരാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. നാം സ്ഥിരോത്സാഹത്തോടെ നിൽക്കുമ്പോൾ നമ്മുടെ സ്വർഗീയ ന്യായാധിപൻ നമുക്ക് നീതി നൽകുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. യേശു നമ്മെ പഠിപ്പിച്ചതുപോലെ നിന്റെ രാജ്യം വരയണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ്റെ മടങ്ങിവരവിൽ പ്രാർത്ഥനയിൽ വിശ്വസ്തരായി നാം കാണപ്പെടട്ടെ. ദൈവത്തിന് മഹത്വം.